മക്കളെ ഇത് മതി ചോറുണ്ണാൻ. നല്ല അടിപൊളി ചെമ്മീൻ അച്ചാർ, അതും ഉണക്ക ചെമ്മീൻ അച്ചാർ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ടൊരു അച്ചാർ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. കിടിലൻ അച്ചാറാണ്. നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ഉണക്കച്ചെമ്മീനല്ല, അതിലും കഴമ്പുള്ള ഉണക്കച്ചെമ്മീൻ, നല്ല കഴമ്പുള്ള ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതിക്ക് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ആ ചെമ്മീൻ വാങ്ങാൻ പോയ സ്ഥലവും അബുദാബിയിൽ എവിടെയാണെന്നുള്ളതും അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിക്ക് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലും ഞാൻ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കാൻ പറ്റും. അപ്പോൾ ഉണക്ക ചെമ്മീൻ കൊണ്ട് എങ്ങനെ അടിപൊളി അച്ചാർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, ഉറപ്പല്ലേ? സ്കിപ്പ് ചെയ്യാതെ കാണണ്ട, നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളെ കിച്ചണിൽ വെളിച്ചം കുറച്ച് കുറവുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 6 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് 2 കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ഇഞ്ചി ചതച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്ര വറ്റൽമുളക് വേണം എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആവശ്യത്തിന് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 വറ്റൽമുളക് 2ആക്കി നുറുക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്നര ടേബിൾ സ്പൂൺ അച്ചാർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റേണിൻ്റെ അച്ചാർ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഉണക്ക ചെമ്മീൻ കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണക്ക ചെമ്മീനിൽ ഓൾറെഡി ഉപ്പുണ്ടാകും. 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. സൊർക്ക, വിനാഗിരി എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഒഴിച്ച സൊർക്ക വറ്റി തീരുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സൊർക്കൊക്കെ അത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ മതി നമുക്ക് ചോറുണ്ടാനായിട്ട്. അത്ര പെർഫെക്റ്റ് അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് മധുരം ചേർക്കാം. ഇനി വേണമെങ്കിൽ ഇനിയും സൊർക്ക ചേർക്കാം. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടിന്നിലേക്ക് മാറ്റുകയാണ്.
നമ്മൾ ടിന്നിലേക്ക് മാറ്റുമ്പോൾ അത് ചൂടാറിയിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടി വെക്കാനും പാടില്ല. ഞാനിപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അധികം ചാറൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അഥവാ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സുർക്ക എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേറൊരു ടിപ്പും കൂടെ നമ്മൾ പറഞ്ഞുതരാം. ഈ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെമ്മീൻ ഇടുന്നതിന് മുമ്പ് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ 1-2 സ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ചാറിന് നല്ലൊരു കട്ടിയും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.